വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. നീ എന്താ വെള്ളം കുടിച്ച് ആവാൻ പോവാണോ? ഒരു കുപ്പിയിലെ പാതിയും കാരോളം വെള്ളം ഒറ്റടി കുടിച്ചേർത്ത ടീനെ നോക്കി മിത്ര ചോദിച്ചു. നിന്റെ കൂടെയല്ലേ ഞാൻ, ഇനിയും ഇതിനേക്കാൾ കുടിക്കേണ്ടി വരും. കുപ്പി ബലമായി ആളുടെ കയ്യിലേക്ക് പിടിപ്പിച്ചിട്ട് ടീൻ അവിടെയുള്ള കസേരയിലേക്ക് ഇരുന്നു. ദോ ഞാൻ പിടിവിട്ട് നിൽക്കുവാണേ, ഇനി അതിൻ്റെ ഇടയിൽ നിന്റെ കൂടി ദഹിക്കില്ല ടീന. എല്ലാവരും കൂടിയുള്ള ഞാൻ നിനക്ക് തീർത്തരും, പറഞ്ഞില്ല വേണ്ട. കലിയോടെ തന്നെ മിത്ര ടീനക്ക് നേരെ വിരൽ ചൂണ്ടി. ടീനൊന്നും മിണ്ടാതെ അവിടെ തന്നെ തളർന്നിരുന്നു. അന്നത്തെ സംഭവം അവൾ അത്രയും ഭയപ്പെടുത്തി കളഞ്ഞിരുന്നു. മിത്രക്കും അതറിയാം. നമുക്ക് ഇവിടം വിട്ടിട്ട് വേറെ ഏതെങ്കിലും കോളേജിൽ വൈപിടിക്കാൻ പോയാലും മിത്ര? അല്പം കഴിഞ്ഞ് ടീനയുടെ ചോദ്യം മിത്രയ്ക്ക് ശരിയാണ് വന്ന്. അവളുടെ ചോദ്യവും ഭാവവും കണ്ടിട്ട് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച വൈബ് കിട്ടുമെന്ന് തോന്നില്ല. ഇന്നത്തോടെ എനിക്കത് പൂർണ്ണമായിട്ടും മനസ്സിലായി. താടി കൈ കൊടുത്തുകൊണ്ട് ടീന വളരെ കാര്യമായിട്ടാണ് പറയുന്നത്. നീ ശരിക്ക് ആ ക്യാൻറ്റീനിലെ ചേട്ടൻ പറയുന്നത് നീ കേട്ടല്ലേ? ആ നേതാവ് അത്ര വെടിപ്പല്ലാന്ന് ആദ്യം കാണുന്ന ആൾക്കാർക്ക് പോലും മനസ്സിലാവും. ഇന്ന് അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് അവന് എന്തൊക്കെ പുകിലാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കർത്താവിന് അറിയാം. അതിനു മുന്നേ അവിടുന്ന് രക്ഷപ്പെട്ടു പോവാന്ന് പറഞ്ഞപ്പോ അവളിരുന്ന് ചിരിക്കുക. ഇന്ന് തന്നെ പേടിച്ചിട്ട് മനുഷ്യന്റെ ജീവൻ പോകാൻ ഭാഗ്യം. ടീന മിത്രയെ നോക്കി പല്ലടിച്ചു. അവനെ പേടിച്ചുകൊണ്ട് ഒളിച്ചോടി പോകണമെന്നാണോ ഭൗതി ഉദ്ദേശിച്ച്? മിത്ര അതേ ചിരിയോടെ തന്നെ ടീനയെ നോക്കി പുരികം പൊക്കി. ഒളിച്ചോട്ടെ എന്നല്ല, ബുദ്ധിപൂർവ്വം രക്ഷപ്പെട്ടു പോകുന്നു അങ്ങനെ പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് തോന്നില്ല, കാരണം നിനക്ക് കൊടുക്കുന്നത് ധൈര്യമല്ലേ. പക്ഷെ എനിക്കതിന്റെ പാതി പോലും നിനക്കറിയില്ലേ. ശരി, ഇനി പോകുന്നിടത്തും ഇതുപോലൊരു കീഴുണ്ടാവില്ലെന്ന് ഉറപ്പുണ്ടോ? അവിടെയും പ്രശ്നം ഉണ്ടായാലോ? അവിടുന്ന് വീണ്ടും ഒളിച്ചോടി പോവോ? ഇപ്രാവശ്യം ഇത്ര ഗൗരവത്തിലാണ്. ടീന അവളെയും തുറച്ചു നോക്കി. സത്യം പറ, എവിടെ പോയാലും പ്രശ്നം ഉണ്ടാക്കി അടങ്ങുന്ന പോലെ വഴിപാടുണ്ടോ നിനക്ക്? ടീന മിത്രയെ നോക്കി കണ്ണുരുട്ടി. എന്നോട് ചൊറിയാൻ വന്നാ ഞാൻ വെറുതെ വീട്ടിലെന്നൊരു ചെറിയൊരു വാശി മാത്രമുള്ള പാവം പെൺകുട്ടിയിലെ ടീനവളെ ഞാൻ. ആളുടെ മുഖം കണ്ടതും ആ താടിയിൽ പിടിച്ചൊന്ന് ഓമനിച്ചുകൊണ്ട് മിത്ര കണ്ണിറുക്കി. പിന്നെ ഒരു പാവം പൊക്കോണം അവിടുന്ന്. ടീന ആ കൈകൾ തട്ടിമാറ്റി. അപ്പഴേ ഞാനും പോണില്ല, നീയും പോണില്ല. നമ്മൾ അവിടെ തന്നെ പഠിക്കും, വൈബ് പിടിക്കും, പരമാവധി എൻജോയ് ചെയ്യാം, അത് ഫിക്സ്. അത്രയും പറഞ്ഞുകൊണ്ട് മിത്ര അവിടുന്ന് എഴുന്നേറ്റ് പോയി. രാവും പകലും ഒരുപോലെ അധ്വാനിക്കേണ്ടി വന്നാലും 5 ലക്ഷം രൂപക്ക് പറ്റിയൊരു പണി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ നിന്നെ ഞാൻ ചതിക്കില്ലായിരുന്നു മിത്ര. ഫോണിൽ അവളുടെ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ട് മിത്ര DP ആയിട്ട് വെച്ച ഫോട്ടോയിലേക്ക് നോക്കി വിശ്വപതിയെ പറഞ്ഞു. തിരികെ വീട്ടിലെത്തിയിരുന്നവൻ വന്നു മുതൽ അവന്റെ മനസ്സിൽ അവളെ കുറിച്ചുള്ളത് മാത്രമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ താൻ ഒറ്റൊരാൾ കാരണം ഇനി അവൾ അനുഭവിക്കേണ്ടി വരുന്ന വേദനകളെ കുറിച്ചാണ്. ഇന്ന് തനിക്ക് മുമ്പിൽ നന്ദിയോടെ വന്നു നിന്നവൾ ഇനിയൊരിക്കലും ഈ ലോകത്തോട് മുഴുവനുള്ള ദേഷ്യവുമായി വന്നിരിക്കുന്ന രംഗമാണ്. അപ്പോഴെല്ലാം അവന് ദേഷ്യമാണ് തന്നോട് തന്നെ, തന്റെ അവസ്ഥകളോട്. വീണ്ടും വിശ്വയുടെ നോട്ടം ആ ഫോട്ടോയിലേക്ക് നീണ്ടു. ആയി മിത്ര, ഞാൻ വിശ്വ, ഇതാണ് എൻ്റെ നമ്പർ, സേവ് ചെയ്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം. അത്രയും വാക്കുകൾ കൊള്ളുന്നൊരു മെസ്സേജ് ആ നമ്പറിലേക്ക് സെൻഡ് ചെയ്തുകൊണ്ട് കുളിക്കാൻ കയറി. കുളിച്ചു കഴിഞ്ഞ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ചെല്ലുമ്പോൾ മുരുകൻ ചായ ഉണ്ടാക്കിക്കൊണ്ട് അടുക്കളയിലുണ്ട്. ആ എടാ, അഖിൽ വിളിച്ചിരുന്നു, നിന്നെ വിളിച്ചിട്ട് കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് എന്റെ നമ്പറിൽ വിളിച്ചു. അവനെ കണ്ടതും മുരുകൻ ധൃതിയിൽ പറഞ്ഞു. വിളിക്കും, ഇന്നത്തെ അവലോകനം നടത്താൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞു കാണുമല്ലേ? മുരുകൻ നീട്ടിയ കപ്പ് കാണിച്ചുകൊണ്ട് വിശ്വ പുച്ഛത്തോടെ ചോദിച്ചു. അത് നിനക്കേനെ മനസ്സിലായി? മുരുകന്റെ മുഖം ചുളിഞ്ഞു. അവനെനിക്കറിയാം, അവന്റെ കൂടെയുള്ളവരെയും. അത്രയും പറഞ്ഞിട്ട് വിശ അവിടെ നിന്ന് തിരിഞ്ഞടന്നു. നിന്നോട് അവനെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നിൽ നിന്ന് മുരുകനെ ഓർമ്മിപ്പിച്ചു. അതിന് വിശ്വ വെറുതെ ഒന്നും മൂടിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അഖിലിനെ കാണുന്നതല്ല സത്യത്തിൽ അവന്റെ പ്രശ്നം, അവന്റെ കൂടെയുള്ള ആ ചൊറിയൻ പുഴുവാണ്. ബോബനെയും മോളിയെയും പോലെ അവരാണെങ്കിൽ എപ്പോഴും ഒരുമിച്ച് തന്നെയാണ്. എന്നെ കാണാൻ വരുമ്പോൾ ഇവനെ കൊണ്ടുവരരുതെന്ന് അഖിലിനോട് വിശ്വക്ക് പറയാനും വയ്യ. ഇനിയിപ്പോൾ ആരും പറയാതെ തന്നെ അഖിൽ അവനോട് വരേണ്ടെന്ന് പറഞ്ഞാലും അലോഷി വലിഞ്ഞു കയറി വരുമെന്ന് വിശ്വക്ക് തോന്നി. മുറിയിൽ നിന്നും ഫോൺ എടുത്തുകൊണ്ടാണ് വിശ്വ സിറ്റൗട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന്. അതുമായി കസേരയിൽ ഇരുന്നുകൊണ്ട് അഖിലിനെ വിളിക്കും മുമ്പ് അവൻ മിത്രയുടെ നമ്പറിൽ താൻ അയച്ചിട്ട് പോയ മെസ്സേജിന് റിപ്ലൈ വന്നിട്ടുണ്ടോ എന്നാണ് ആദ്യം നോക്കിയത്. ഉണ്ടെന്ന് കണ്ടതും ഹൃദയം വെറുതെ ഒന്ന് തുള്ളി വിറച്ചു. ഓക്കെ, അതുമാത്രമാണ് മറുപടി. പക്ഷെ എന്നിട്ടും വിശ്വക്ക് വല്ലാത്തൊരു സന്തോഷവും സമാധാനവും തോന്നി. ഒരാൾ ചെറുതായി പരിഗണിച്ചു എന്നൊരു തോന്നലിന് പോലും നമ്മളിൽ വളരെ വലിയൊരു സ്വാധീനമുണ്ടെന്ന് വെളിവാക്കും വിധം അവനുള്ളിൽ ഒരു ഉന്മേഷം നിറഞ്ഞു നിന്നു. ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് അവൻ അഖിലിന്റെ നമ്പറിലേക്ക് വിളിച്ചതും. കാത്തിരുന്ന പോലെ അഖിൽ കോൾ എടുത്തു. വിശ്വ, ഞാൻ കുളിക്കായിരുന്നു, അതാ വിളിച്ചപ്പോൾ കിട്ടാഞ്ഞ്. മുരുകൻ പറഞ്ഞു. എന്ത് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു? അഖിൽ വിളിച്ചതിന്റെ ഉദ്ദേശം നന്നായിട്ട് അറിയാമായിരുന്നു അവന്. എന്നിട്ട് വിശ്വ വെറുതെ ചോദിച്ചു. എപ്പോഴാണ് നമുക്കൊന്ന് കാണാൻ കഴിയുന്നു? വിശ്വ പ്രതീക്ഷിക്കുന്ന മറുപടി തന്നെ. ഞാനിനി ഫ്രീ ആണ്. എങ്കിലും ടൗണിലേക്ക് പോവാ, അവിടെ വെച്ച് കാണാം, അവിടെ എത്തിയിട്ട് വിളിക്കാം. അപ്പോൾ പറയാൻ സ്ഥലം. ഓക്കെ, 1/2 മണിക്കൂർ കൊണ്ട് അവിടെ എത്തും. അത്രയും പറഞ്ഞിട്ട് വിശ്വ ഫോൺ കട്ട് ചെയ്തു. 1-2 പ്രാവശ്യം അങ്ങനെ തന്നെ ഇരുന്നിട്ട് വിശ്വ എഴുന്നേറ്റു. മുരുക, അടുക്കളയിൽ ചെന്നിട്ട് വിശ്വ വിളിച്ചു. പറയണ, ഞാനിവിടെയാണ്. അടുക്കള വശത്ത് മുറ്റത്തുനിന്ന് മുരുകൻ കയറി ചെന്നു. റെഡിയാവും,
അരമണിക്കൂർ കൊണ്ട് ടൗണിൽ ചെന്നിട്ട് കാണാൻ ഉത്തരവുണ്ട്. ചായ കുടിച്ച ഗ്ലാസ് കഴുകി റാക്കിലേക്ക് വെച്ചുകൊണ്ട് വിശ്വ പറഞ്ഞു. ഞാൻ വരണോ? നീ പോയാ പോരെ? മുരുകൻ പറഞ്ഞിട്ട് വിശ്വയുടെ മുഖം ചുളിഞ്ഞു. ഓഹോ, എന്നെ പറഞ്ഞിട്ട് നിനക്കിടുന്ന പരിപാടി? വിശ്വന് മുന്നിൽ നടുവിന് കൈകുത്തി എന്നിട്ട് ചോദിച്ചു. ഞാൻ നീ വരുമ്പോഴേക്കും കഴിക്കാനുള്ളൊക്കെ ഉണ്ടാക്കി വെക്കാം വിശ്വ. മുരുകനൊരു ചിരിയോടെ വിശ്വയെ നോക്കി. ആഹാ, അത് കൊള്ളാലോ. വിശ്വ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. ആവുന്നതിനെ കളിയാക്കിയതാണെന്ന് മുരുകന് മനസ്സിലായി. നീ എന്റെ വെറും കൂട്ടുകാരനാണ്, അല്ലാതെ ഞാൻ കെട്ടിക്കൊണ്ടുവന്ന എന്റെ ഭാര്യയല്ല. എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മെന്ന് യാത്രയാക്കി ഞാൻ വരുമ്പോഴേക്കും എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ചുണ്ടായിക്കാതിരിക്കാൻ കേട്ടോടാ. വിശ്വ മുരുകനെ നോക്കി പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു. അല്ലടാ ഞാൻ വെറുതെ പോരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. എനിക്ക് ഇങ്ങനെയല്ല വേറൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ വിശ്വ. എനിക്ക് വേണ്ടിയല്ലേ, എന്നുള്ള ഇഷ്ടം കൊണ്ടല്ലേ നീ. 10 മിനിറ്റ് തരും, അതിനുള്ളിൽ ഒരുങ്ങി കാറി വന്ന് കയറില്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അത് ഞാനും ചെയ്യും, പക്ഷേ അത് നിനക്കത്ര നല്ലതിനാവില്ല. കളിപ്പിച്ചുകൊണ്ട് അത്രയും പറഞ്ഞിട്ട് വിശ്വ അടുക്കള വിട്ടു പോയതിന് പുറകെ അടുക്കള വാതിൽ അടച്ചു കൂട്ടിക്കൊണ്ട് മുരുകനും ചെന്നു. ഈ പ്രായത്തിൽ ഇനി പല്ലുപോയ വരില്ലെന്ന് മാത്രമല്ല, പിന്നെ എന്നെ കാണാൻ ഒരു മെനയുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ. വിശ്വയുടെ ചിരി കണ്ടിട്ടാണ് മുരുകൻ അങ്ങനെ പറഞ്ഞു. അവൻ ഒരുങ്ങി ഇറങ്ങി ചെല്ലുമ്പോൾ മുരുകൻ പോവാൻ റെഡിയായി സീറ്റ് ഔട്ടിൽ തന്നെ ഉണ്ടെന്ന് കണ്ടതും അവനൊന്ന് ചിരിച്ചു. വിശ്വ പോർച്ചിൽ നിന്നും കാർ ഇറക്കി റോഡിലേക്ക് നിർത്തിയപ്പോഴേക്കും മുരുകൻ മുൻവാതിലിൽ ലോക്ക് ചെയ്ത് ഗേറ്റും പൂട്ടി അതിൽ ചെന്ന് കയറി. വള്ളിക്കെട്ടാവൂടി ടീനകതായിരുന്നു സംശയം. വിശ്വ അയച്ച മെസ്സേജിനെ കുറിച്ച് മിത്ര ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അവളോട് പറഞ്ഞു. ഏയ്, വിശ്വ അങ്ങനെ ഒരാളാണെന്ന് തോന്നിയില്ല. കണ്ടിട്ടും പ്രവൃത്തി കൊണ്ടും ആളൊരു ജെന്റിൽമാൻ തന്നെയാണ് തോന്നുന്നു. മിത്ര ഒരു ചിരിയോടെ പറഞ്ഞു. ടീന അവളെ നോക്കിയാൽ തലയാട്ടി. നിനക്കെന്നടി ഒരു പുച്ഛം? അയാളെ മനസ്സിലാക്കാൻ കർത്താവായിട്ട് 2 ചാൻസ് തന്നില്ലേടി. 2 പ്രാവശ്യം അയാൾ ന്യായത്തിനൊപ്പം മാത്രം നിന്ന് ശരികൾക്ക് വേണ്ടി മാത്രമാണ് സംസാരിച്ച്. നീയും കണ്ടില്ലേത്? അതൊക്കെ പോരെ ആളെന്ന് വിലയിരുത്താൻ? താൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു എന്നുള്ള വിശദീകരണം പോലെയുള്ള മിത്രയുടെ വാക്കുകൾ. എന്റെ പൊന്നു മിത്രമേ, ആര് യാത്ര പെട്ടെന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുപോലൊരു കാല നമ്മളെപ്പോലുള്ള പെൺകുട്ടികളെ ഇംപ്രസ് ചെയ്യിപ്പിക്കാനും അവർ ഉദ്ദേശിച്ച പോലെ വളച്ചൊടിച്ച് ഉൾപ്പിടിച്ച് നിർത്താനും പലതും കാണിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അവർ ഇതല്ല, ഇതിനപ്പുറമുള്ള പല തറവേലകളും കാണിക്കും. അഭിനയിച്ചും ചതിച്ചും സ്വന്തം കാര്യം നേടിയെടുക്കാൻ പ്രത്യേകം എടുക്കുന്ന നല്ല മിടുക്കം പയ്യൻസ് ഇഷ്ടം പോലെയുണ്ട്. ടീന അവൾ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിന്നു. വിശ്വ അതുപോലത്തെ ഒരാളാണെന്നാണോ നീ പറയുന്നത്? മിത്രയുടെ മുഖം ചുളിഞ്ഞു. അതുപോലെ ഒരാളെന്നില്ലടി, അതുപോലെ ഒരാളിൽ നിന്ന് ഉറപ്പിക്കാൻ സമയമായിട്ടില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കൊന്നും ഊഹിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ, പ്രത്യേകിച്ച് കോളേജിലും സ്കൂളിലും. എന്ത് തെമ്മാടിത്തരം ചെയ്യാനും പ്രണയത്തെയും സ്നേഹത്തെയും കൂട്ടുപിടിക്കും. അതിന് കാശ് കൊടുത്തു പോലും ആളിറക്കി കളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? ടീന മിത്രയ്ക്ക് നേരെ പുരികം പൊക്കിയോണ്ട് ചോദിച്ചു. ഇല്ല, വിശ്വസിക്കില്ല. കുറച്ചാലും ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ലെന്ന് കരുതി എന്ത് വീട്ടിത്തം പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചോളുന്നൊരു ചിന്ത മോൾക്കുണ്ടെങ്കിലേ ആ വെള്ളം മാറ്റി വെച്ചോ. അവിടെ ഒരു കണ്ടുപിടുത്തം. ടീന പറഞ്ഞതിനെ തീർത്ത് അവഗണിച്ചുകൊണ്ടാണ് മിത്ര പറയുന്നത്. നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി മിത്രമേ, എനിക്കത് നിർബന്ധമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്ന് മോൾക്ക് മനസ്സിലാവും. അന്ന് നീ പറഞ്ഞതിനൊക്കെ നീ ഖേദിക്കും, അതുറപ്പാ. ടീന ഒരു ചിരിയോടെ പറഞ്ഞു. മിത്രയൊന്ന് തലയാട്ടി കാണിച്ചു. പിന്നെ ഇതൊന്ന് വെള്ളരിക്കാൻ പറ്റണോ? പെൺപിള്ളേരെന്താ വിഡ്ഢികളാണോ? ഇതുപോലുള്ള ഫേക്ക് പ്രേമം തിരിച്ചറിയാൻ കഴിയാതെ അവരെ വലയിൽ പോയി ചാടി കൊടുക്കാൻ? മിത്ര ടീനയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. ടീന കണ്ടറിയാ എന്നുള്ളൊരു ഭാവത്തിൽ ചിരിക്കുക മാത്രം ചെയ്തു. മേല ഇതുപോലുള്ള ഫൂൾനെസ് പറഞ്ഞുകൊണ്ട് നടക്കരുത് നീ. അതും പറഞ്ഞുകൊണ്ട് മിത്ര എഴുന്നേറ്റു. നമുക്ക് നടക്കാൻ പോയാലോ? ആൾക്കൊപ്പം തന്നെ എഴുന്നേറ്റുകൊണ്ട് ടീന ചോദിച്ചു. പോണോ? ഇന്നൊരു മൂടില്ല. മിത്രയുടെ മുഖം ചുളിഞ്ഞു. ആ, അതുകൊണ്ട് തന്നെയാ ഞാനും പറഞ്ഞു പുറത്തു പോയെന്ന് വരാം, മൈൻഡ് ഒന്ന് സെറ്റായാലോ. ടീന പറഞ്ഞു കേട്ടിട്ട് മിത്രയും പിന്നെ എതിരൊന്നും പറയാതെ അത് തലയാട്ടി സമ്മതിച്ചു. സത്യാണോ? വിശ്വ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. പിന്നെ ഇങ്ങനെ ഒരു കാര്യം നിന്നോട് തൊണർന്നിട്ട് ഞങ്ങൾക്ക് എന്തിട്ടാനാ? പതിവ് പോലെ അരോഷി പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി. വിശ്വ അവനെന്നൊരാൾ അവിടെ നിൽപ്പുണ്ടെന്ന് പോലും ഭാവിക്കാതെ അകലിൽ നേരെ മാത്രമാണ് നോക്കുന്നത്. സത്യം തന്നെയാണ് വിശ്വ. നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിന്റെ നേരെ എതിരെയുള്ള വീട് റെന്റിനെടുത്തുകൊണ്ട് മിത്രയെ അവളുടെ കസിനോട് അവിടെ താമസിക്കുന്നത്. അകലിൽ ഉറപ്പിച്ച് പറയുമ്പോൾ വിശ്വ ഒന്ന് നെറ്റിയടവി. അതിന് താനെന്തിനാ വിശ്വ ടെൻഷനാവുന്നത്? സത്യത്തിൽ അതൊരു ഹെൽപ്ഫുൾ ആവുകയല്ലേ ചെയ്ത്. കോളേജിൽ നിന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ തൊട്ടടുത്തുകൂടി മിത്രയുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ നീ പെട്ടെന്ന് തന്നെ നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ? 6 മാസങ്ങൾക്കുള്ളിൽ തന്നെ നിനക്കവളെ നിന്റെ വരിയിൽ കൊണ്ടുവരണമല്ലോ. അതോർത്തുകൊണ്ട് സന്തോഷിക്കല്ലേ വേണ്ടത്. അകൽ മിത്ര അവിടെ താമസിക്കുന്നതിന്റെ പോസിറ്റീവ് വശങ്ങൾ മാത്രം എണ്ണി പറഞ്ഞു കൊടുത്തിട്ടും വിശ്വക്ക് അല്പം പോലും ആശ്വാസം കിട്ടിയില്ല. അത് വേണ്ടായിരുന്നത് തന്നെയാണ് അവനപ്പോഴും തോന്നിയത്. ഇനിയിപ്പോൾ കോളേജ് കഴിഞ്ഞ് വീട്ടിലെത്തിയാലും ആ ശ്വാസമുട്ടലെ സഹിക്കണല്ലോ എന്ന് ഓർത്തുകൊണ്ട് അവൻ്റെ മങ്ങിയ മുഖത്തേക്ക് നോക്കി മുരുകനും വേദനയോടെ നിന്നു. അവൻ്റെ ആ നിസ്സായാവസ്ഥ കണ്ടുകൊണ്ട് നിൽക്കാൻ വയ്യായിട്ട് തന്നെയാണ് അവൻ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞു തന്നെ. ഇന്ന് കോളേജിൽ നീ തകർത്തെന്ന് രാവിലെ പറഞ്ഞല്ലോ വിശ്വ. അയാൾ പറഞ്ഞു കേട്ടിട്ട് ആലോഷിയുടെ മുഖവിനിട്ട് പോയി. യാതൊരു ആവശ്യമില്ലാതെ വെറുതെ ആളാൻ വേണ്ടിയിട്ട് നീ രാവിലെ തല്ലിയെന്ന് അവൻ പറഞ്ഞു. ആലോചി പറഞ്ഞു കേട്ടിട്ട് എത്ര വേണമെന്ന് വെച്ചിട്ട് വിശ്വന് നേരെ തിരിഞ്ഞു. ആളാൻ വേണ്ടിയെന്ന് അവൻ പറഞ്ഞു.
വിശ്വയുടെ നോട്ടെ രൂക്ഷമായി. ചോദ്യം, അല്ല പിന്നെ എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? ആലോചിച്ച് കൂസിലൊന്നുമില്ല. എനിക്കങ്ങനെ പല ഉദ്ദേശവും കാണും. അതെല്ലാം സാറിനോടൊന്ന് പറഞ്ഞോളാന്ന് ഞാനെവിടെ എഴുതി ഒപ്പിട്ട് തന്നിട്ടില്ലല്ലോ. അതേ കൂസില്ലായ്മ തന്നെയാണ് വിശ്വയുടെ മുഖത്തും വാക്കിലും. രാഹുലിനറിയാൻ കാര്യങ്ങൾ. ഞാനും അവനും തമ്മിലുള്ള കാര്യത്തിൽ തൽക്കാലം സാർ ഇടപെടണ്ട. എന്നെ ഏൽപ്പിച്ച കാര്യം ഞാനും അവനെ ഏൽപ്പിച്ച അവനും നല്ലപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അതിന് കിട്ടുന്ന റിസൾട്ട് പോരായെങ്കിൽ മാത്രം സാർ ഇത്തരം ചൊറിഞ്ഞ വർത്തമാനങ്ങളായിട്ട് വന്നാൽ മതി. വരുമ്പോഴേക്കും ഞാൻ സാറിന് ഇത് ഓർമ്മപ്പെടുത്തി വിടുന്നുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം പുച്ഛം വിശ്വയുടെ മൊത്തമായിരുന്നു. വീണ്ടും അവനോട് പറയാൻ ന്യായങ്ങളും തന്നെ ഇല്ലായിട്ടും ആലോചി എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചത് എപ്പോഴത്തെയും പോലെ അഖിൽ തന്നെയാണ് തടഞ്ഞ്. മിത്രയുടെ നമ്പർ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത്രയും വരെയും കാര്യം കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഞാനും രാഹുലും ചേർന്നുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് തന്നെയാണ്. ഇനി ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ടൊരു സൗഹൃദം, അതിൻ്റെ മറവിലൊരു ഇഷ്ടം, അതുവരെയൊക്കെ കൊണ്ടുപോകാൻ കഴിയുന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആത്മവിശ്വാസം നിഴലിക്കുന്ന വിശ്വയുടെ വാക്കുകൾ. ആ പെണ്ണിനെ നമ്പർ നിനക്ക് തന്നെന്ന് നീ അവരോട് പറഞ്ഞ് ശരിയാണോടാ? ആലോഷിയോട് അഖിലിനോട് യാത്ര പറഞ്ഞ് കുറച്ച് ദൂരം പിന്നിട്ടിട്ടാണ് മുരുകൻ വിശ്വയോട് ചോദിച്ചത്. അല്ലാതെ അങ്ങനെ നുണ പറഞ്ഞിട്ട് എനിക്കിപ്പോൾ എന്ത് കിട്ടാനാ? ഒട്ടും മയമില്ലാതെ വിശ്വയുടെ മറുപടി. മുരുകൻ അവനെ തലയിരിച്ച് നോക്കി. ഞാൻ മുരുകനാണേ, ആലോചിയല്ല. നീ അവനോടുള്ള കലിപ്പ് എന്നോട് തീർക്കാതെ. മുരുകൻ ഒരു ചിരിയോടെ വിശ്വയെ നോക്കി പറഞ്ഞു. ആ നാരിക്കിത് എന്തിന്റെ കിടന്നാ എനിക്കിതുവരെ മനസ്സിലാവാത്തത്. അഖിലിന്റെ കൂടെ അവൻ എന്നെ ചൊറിയാൻ വേണ്ടി മനഃപൂർവ്വം വരുന്നെന്നാ എനിക്ക് തോന്നുന്നത്. വിശ്വ ദേഷ്യത്തോടെ തന്നെ സ്റ്റെയറിംഗിൽ നിന്ന് അമർത്തി തട്ടിക്കൊണ്ടാണ് പറയുന്നത്. അവന്റെ കാര്യം വിട്. അവന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഒരു മരുന്ന്, നമ്മൾ ഈ പരിപാടി അവസാനിച്ചു പോകുന്ന അന്ന് കൊടുക്കാൻ കഴിയുന്ന അടി എന്ന മരുന്ന്, അത് കൊടുക്കാം. അതേവനെ ഏൽക്കൂ. മുരുകൻ അവന്റെ തോളം തട്ടി. നീ ഇതുവരെ വിശ്വ ആ പെണ്ണിന് നീ മെസ്സേജ് അയച്ചിരുന്നോ? മുരുകൻ നേരത്തെ ചോദിച്ചിരുന്നത് തന്നെ ഒന്നുകൂടി ആവർത്തിച്ചു. മിത്ര, അതവളുടെ പേര്. വിശ്വ മുരുകനെ നോക്കി. ആ മിത്രയെങ്കിൽ മിത്ര, എന്തായാലും പെണ്ണല്ലേ. മുരുകന് അവനെ ആ നോട്ടം ഇഷ്ടമായിട്ടില്ല. അതിൻ്റെ ഒരു കെറിവുണ്ടവന്. വിശ്വ ഒന്നും മിണ്ടിയില്ല. അതല്ലല്ലോ നമ്മുടെ വിഷയം. നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. നീ മെസ്സേജ് ചെയ്തോ? അവന് നോക്കാതെ തന്നെ വിശ്വ ഒന്ന് മൂളി. എന്ത്? മുരുകന് ആവേശമായി. എനിക്ക് നിന്നെ ഇഷ്ടമാണ് മിത്രേ. നിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്നെ ഞാൻ പൊന്നുപോലെ നോയിക്കോളാന്നൊക്കെ. വിശ്വ ഈണത്തിൽ പറഞ്ഞു കേട്ടത് മുരുകന്റെ കണ്ണുകൾ മിഴിഞ്ഞ പോലെയായി. ശരിക്കും? അവൻ വിശ്വയെ നോക്കി. ആടാ ശരിക്കും? വിശ്വക്ക് അവന്റെ ഭാവം കണ്ടിട്ട് ചിരി വരുന്നുണ്ട്. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? അവളെന്ത് പറയാം? എന്നെ കണ്ട ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കോ? ഞാൻ സുന്ദരനല്ലേടാ. പോരാതിന് അവളെ ഞാൻ രണ്ടോട്ടം രക്ഷിച്ചിട്ടുമില്ലേ. ആ നന്ദി സ്നേഹമായിട്ട് മാറുമെന്ന് എനിക്കറിയാലോ. അതിനു വേണ്ടി തന്നെയാണല്ലോ ഞാനങ്ങനെ ചെയ്തു. വിശ്വ പറയുന്നെല്ലാം വിശ്വസിക്കുന്ന പോലെയാണ് മുരുകന്റെ ഇരിപ്പ്. ഞാനങ്ങനെ ഒരു മെസ്സേജ് ഇട്ട് കണ്ടപ്പോൾ തന്നെ അവൾ പറയുക അവൾക്ക് എന്നെ അതിലേറെ ഇഷ്ടമാണ്. അവളിത് ഞാൻ പറയുന്നത് കാത്തിരിപ്പാണെന്നും എന്നോടൊപ്പം ജീവിക്കാൻ അവൾക്ക് ആഗ്രഹമുണ്ടെന്നും ആരൊക്കെ എതിർത്താലും എന്നെ കല്യാണം കഴിക്കാൻ അവൾ റെഡിയാണെന്നും അവളുടെ അച്ഛൻ്റെ കോടിക്കണക്കിന് സമ്പാദത്തിനേക്കാൾ അവൾക്ക് മൂല്യം എൻ്റെ സ്നേഹമാണെന്നും എന്നോടൊപ്പമുള്ള ജീവിതമാണെന്നും പിന്നെ എനിക്ക് എന്ത് വേണം? അത്യാവശ്യം ഭാവാഭിനങ്ങളോടെയാണ് വിശ്വ പറയുന്നത്. അതുകൊണ്ട് തന്നെ മുരുകൻ അമ്പരപ്പോടെ അവനെ നോക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അവൾ പറഞ്ഞോ? പറഞ്ഞു തീരും മുന്നേ മുരുകൻ വീണ്ടും ചോദിച്ചു. പൊട്ടൻ. അതിന് മൊത്തം ആകാംക്ഷ കണ്ടിട്ട് വിശ്വ പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊന്നല്ലേ നടന്ന്? മുരുകന് സംശയം. നിന്നെ പൊട്ടാന്ന് വിളിച്ച ഞാനാണ് ശരിക്കും പൊട്ടൻ. ഇത് അതുക്കും മേലെ. കിളി പോയതുപോലെ ഇരിക്കുന്ന മുരുകന്റെ നേരെ നോക്കി വിശ്വ പുച്ഛത്തോടെ പറഞ്ഞു. നോർമലായിട്ടുള്ള ഒരു പെൺകുട്ടി പോലും ഇത്രയും പെട്ടെന്ന് ഇഷ്ടം പറഞ്ഞെന്നാ കണ്ട ഭാവം കാണിക്കില്ല. ഇനി മനസ്സിൽ നമ്മളോട് കുഞ്ഞൊരു ഇഷ്ടമുണ്ടെങ്കിൽ കൂടിയും അവരത് അത്ര പെട്ടെന്ന് തുറന്ന് സമ്മതിച്ചിരിയില്ല. അപ്പോഴാ മിത്രയെ പോലെ ഇത്രയും വിദ്യാഭ്യാസവും സ്മാർട്ട്നെസ്സും ലോകവിവരമുള്ള ഒരാള്. അതെങ്കിലും ചിന്തിക്കണ്ടേ? അതെങ്ങനെ? അത് വല്ലതും അറിയാമോ? വിശ്വ മുരുകൻ നേരെ നോക്കി കണ്ണുരുട്ടി. ഇല്ലടാ, എനിക്ക് ഇതിനെപ്പറ്റി ഇത്രയേ അറിയുള്ളൂ. എനിക്ക് ഈ നാട്ടിൽ പ്രേമിച്ചടക്കലായിരുന്നില്ല പണി. അവൻ ആ പറഞ്ഞവും ചെയ്ത് ഇഷ്ടമായില്ലതിന് കുത്തലോടെ തന്നെ മുരുകന്റെ മറുപടി. എനിക്ക് പിന്നെ നാട്ടിൽ പ്രേമിച്ചടക്കൽ തന്നെയായിരുന്നു പണി. അതുകൊണ്ട് പിന്നെ എനിക്കെല്ലാം അറിയാലോ. നീ മനസ്സ് വെച്ചിരുന്നെങ്കിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നോടാ? എത്ര പെണ്ണുങ്ങളാ നിന്റെ ഒരു നോട്ടം കിട്ടാൻ വേണ്ടി ദാഹിച്ചു മോഹിച്ച് നടന്നിട്ടുള്ളത്? അന്ന് ഒറ്റൊന്നിനും പിടി കൊടുക്കാനിട്ടല്ലേ? എനിക്ക് സൗകര്യമില്ലായിരുന്നു. അവളുമാരുടെ ആ ഒലിപ്പിച്ചുകൊണ്ടുള്ള വരവുകൊണ്ടാ തന്നെ എനിക്ക് പറഞ്ഞു കയറും. അപ്പോഴാ പിന്നെ പ്രേമിക്കാൻ. വിശ്വ ചുണ്ടുകൊട്ടി. അവളുമാരങ്ങനെ മാറ്റി നിർത്തി. ഇനി ഇവിടെയുള്ള ഒന്നിനെ മോൻ കറക്കി എഴുതിയേ മതിയാവും. അപ്പം എന്ത് ചെയ്യും? അത് ചോദിക്കുമ്പോൾ മുരുകന് ചിരിയുണ്ട്. എന്തെങ്കിലും ചെയ്യാതെ വയ്യല്ലോ. പിന്നെ ആകെയുള്ള സമാധാനം 6 മാസം സഹിച്ചാൽ മതിയല്ലോ എന്നുള്ളതാ. വിശ്വ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. ഈ പ്രേമം എന്ന് പറയുന്ന എപ്പോഴും അല്പം ഉൽപ്പീരും കൊഞ്ചലും കോണിയിലൊക്കെ തന്നെയാണ് വിശ്വ. അതിന് വിശ്വ ഉത്തരവൊന്നും പറഞ്ഞില്ല. സത്യത്തിൽ നീ എന്താ വിശ്വ അവൾക്ക് മെസ്സേജ് ചെയ്ത്?
അല്പം കഴിഞ്ഞിട്ട് മുരുകന് അതറിയാതെ ഒരു സമാധാനമില്ലായിരുന്നു. വിശാവിനെ ഒന്ന് തുറിച്ചു നോക്കി. ചുമ്മാ പറയടാ, ഒരു പ്രേമം തുടങ്ങാൻ ആദ്യം എന്ത് ചോദിക്കണമെന്ന് എനിക്കോ അറിഞ്ഞിരിക്കാലോ. എന്തെങ്കിലും ഒരു പെണ്ണിനെ വളക്കാൻ എനിക്ക് ഉപകരിച്ചാലോ? മുരുകനൊന്ന് കണ്ണു ചിമ്മി കാണിച്ചു. അങ്ങനെ ഇപ്പൊ നീ അതറിയണ്ട. അവന്റെ ഭാവം കണ്ടത് വിശ്വരി ചിരിയോടെ പറഞ്ഞു. അല്ലേലും എന്നൊക്കെ ഏത് പൊട്ടിക്കാളി പ്രേമിക്കാനാ, ഭംഗിയിലോ കാശുമില്ല. മുരുകൻ വിശ്വയോട് പിണങ്ങിയവർ തിരിഞ്ഞിരുന്നു. ഇപ്പോഴേലും നിനക്ക് നിന്നെയൊന്നും മനസ്സിലായല്ലോ. വിശ്വയും മനഃപൂർവ്വം അവനെ ദേഷ്യം പിടിപ്പിച്ചു. 5-6 മിനിറ്റ് പിണക്കം പറഞ്ഞിട്ട് മുരുകൻ വീണ്ടും എന്തൊക്കെയോ സംസാരിച്ചു വന്നു. നമുക്ക് ബീച്ചിലേക്ക് വിട്ടാലോ മുരുക? പെട്ടെന്ന് അങ്ങോട്ട് ഓടിപ്പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. കുറച്ചു ദൂരം കൂടി ചെന്നോ വിശ്വ മുരുകനോട് ചോദിച്ചു. ആ വീടിനരികിൽ മിത്ര താമസിക്കുന്നു എന്നുള്ള അറിവ് സത്യത്തിൽ അവനങ്ങോട്ട് പോകാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല. അത് വേണോടാ, വേറെ എവിടെയും പോയി ചുറ്റിക്കറങ്ങി നടന്നിട്ട് കൂടുതൽ സംശയങ്ങൾക്ക് ഇടകൊടുക്കരുതെന്നല്ലേ നമ്മുടെ സാറന്മാരുടെ ഓർഡർ. അത് തെറ്റിക്കണോ? മുരുകനെ ഓർമ്മിപ്പിച്ചു. അവന്മാരോട് പോകാൻ പറ. ഞാൻ അവന്മാരുടെ അടിമയൊന്നുമല്ല, കയറിക്കേട്ടേ കുരങ്ങുമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കടിക്കാൻ. അവരുടെ കാര്യം കേട്ടതേ വിശ്വക്ക് ദേഷ്യം വന്നു. കോഴിക്കോട് വന്നിട്ട് ബീച്ചിൽ പോയി ആസ്വദിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ പിന്നെ മനുഷ്യരെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? അതിന് വരുന്നത് ഞാനങ്ങ് സഹിക്കും. ചോദിക്കുന്നതിനൊപ്പം തന്നെ വിശ്വ കാർ ബീച്ച് റോഡിലേക്ക് തിരിച്ചിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.